നമസ്കാരം, വെൽക്കം ടു മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരള, presented by Sindhu's Saushruti Clinic. അപ്പോൾ ഇന്ന് ജൂലൈ 19, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. അതെ, ഇന്ന് കർക്കിടക മാസം 2-ാം തീയതിയാണ്. കർക്കിടക മാസം തുടങ്ങി. അതെ, നമ്മുടെ രാമായണ മാസം. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ ഇതൊരു പുണ്യമാസം, അതായത് നമ്മുടെ ശാരീരികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ റിജുവിനേറ്റ് ചെയ്യാൻ പരിപോഷിപ്പിക്കേണ്ട ഒരു കാലഘട്ടം, സമയം കൂടിയാണ്, ഒരു മാസം കൂടിയാണ് രാമായണ മാസം. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ചെറുപ്പത്തിൽ എൻ്റെ വീടിനടുത്തൊക്കെയുള്ള ആളുകൾ എന്താ പറയുക, കർക്കിടക കഞ്ഞി എന്ന് പറയും. അതൊരു സ്പെഷ്യാലിറ്റിയാണ്. അതൊക്കെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുള്ള, അത് കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പല വിധത്തിലുള്ള ഔഷധക്കൂട്ടുകളും ചേർന്നിട്ടുള്ള ഒരു കഞ്ഞിയാണ് അത്. ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണത്. അത് നമ്മുടെ ഫിസിക്കലി നമ്മൾ ഒരുപാട് റിജുവിനേറ്റ് ചെയ്യുന്ന ഒരു കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിനകത്ത്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ രാമായണ മാസത്ത് രാമായണ മേള, ഇതിന്റെ ക്വിസ് മത്സരങ്ങൾ, അതിനൊക്കെ പോയിട്ടുള്ള ചെറിയ എക്സ്പീരിയൻസ് ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തിന്റെ എല്ലാ പരിശുദ്ധിയും, അല്ലേ, പുണ്യമാസം പരിശുദ്ധിയും എല്ലാം ഉണ്ടാകട്ടെ. എല്ലാവരും അവരവരുടെ ഫിസിക്കലും സ്പിരിച്വലും ആയിട്ടുള്ള ലൈഫ് കുറച്ചും കൂടി അല്ലേ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതെ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും വാർത്തകളും? ജിക്കുന് സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണോ? സ്പോർട്സ് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെ ടൈം കിട്ടാറില്ല. പക്ഷേ F1 ഒക്കെ ഞാൻ ഇപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോർമുല 1 റേസിംഗ് ഒക്കെ. ഓക്കെ, ഞാൻ ടി വിയിലൊക്കെ കാണാറുണ്ട്. കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാം. കാരണം നമ്മൾക്ക് അതിലൊന്നല്ല ക്രേസ്, നമ്മൾ ലേഡീസ് ആയതുകൊണ്ട്. അങ്ങനെയൊന്നുമില്ല. ലോകം മുഴുവൻ കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് F1 റേസിംഗ് എന്ന് പറയുന്നത്. സത്യത്തിൽ അത് ടി വിയിൽ കാണും. ഞാൻ നേരിട്ടും കണ്ടിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചറസ് ആണല്ലേ ആ ഒരു. ഓഫ് കോഴ്സ് ദാറ്റ്സ് ഡേഞ്ചറസ്. പക്ഷേ അതാണ് ആ സ്പോർട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത്. ഒരു അഡ്രിനാലിൻ നമുക്ക് കാണുമ്പോൾ ഒരു സിനിമ, ഒരു ലൈവ് ആക്ഷൻ സിനിമ കാണുന്നത് പോലെ അതിനേക്കാളും നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് F1 എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലേ, അത് കാറൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും എക്സ്പേർട്സ് ആയിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സ്. ആ ട്രാക്ക്, ആ കാർ നമുക്ക് റോഡിലൊന്നും ഇറക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു കാറിന്റെ വില എത്രയെന്നറിയോ? അതിന്റെ ഡീറ്റെയിൽസും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കാണാം. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ കുതിച്ചു പായുന്ന കാറുകളെ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഫോർമുല 1 റേസിംഗ് അഥവാ F1. F1 എന്നത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പ്രൊഫഷണൽ കാർ റേസിംഗ് മത്സരമാണ്. ഇതിനെ F1 വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്നും വിളിക്കാറുണ്ട്. അതിവേഗത്തിൽ ഓടാനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത F1 കാറുകൾ, ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രൈവർമാർ, പ്രത്യേകമായി നിർമ്മിച്ച ട്രാക്കുകൾ, ഇതൊക്കെ കൂടി ചേരുന്നതാണ് F1ന്റെ ലോകം. ഈ ലോകത്ത് കോടിക്കണക്കിന് ആരാധകരാണ് ഈ ഗെയിമിനുള്ളത്. ഒരു F1 കാറിൻ്റെ നിർമ്മാണ ചെലവ് ഏതാണ്ട് 100 കോടി രൂപയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഓരോ F1 കാറും ട്രാക്കിൽ ഇറങ്ങണമെങ്കിൽ കുറഞ്ഞത് 100 കോടിയെങ്കിലും ചിലവാകും. എന്തുകൊണ്ടാണ് ഈ വണ്ടികൾക്ക് ഇത്രയും ചെലവ് എന്നറിയാമോ? അതിവേഗത്തിൽ കുതിച്ചു പായാനായി പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഈ കാറിൻ്റെ എഞ്ചിന് മാത്രം കുറഞ്ഞത് 40 മുതൽ 50 കോടി രൂപ വരെ ചിലവാകും. അതുകൂടാതെ ടയർ, ഷാസി, ബ്രേക്കുകൾ, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, ഇതെല്ലാം ചേർത്ത് ബാക്കി 50 മുതൽ 60 കോടി രൂപ വരെ. ഓരോ സീസണിലും ലോജിസ്റ്റിക്സ്, കയറ്റുമതി, ജീവനക്കാരുടെ ശമ്പളം, ടെക്നിക്കൽ അപ്ഗ്രേഡ് എന്നിവ ചേർത്ത് ഓരോ ടീമിനും ചിലവാകുന്നത് ഏതാണ്ട് 1000 കോടിയോളം രൂപയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസിൽ ഒന്നാണ്. ഏതാണ്ട് 26,000 കോടിയാണ് 2024 F1 ചാമ്പ്യൻഷിപ്പിൻ്റെ മൊത്തം വരുമാനം. ചേച്ചി കണ്ടിട്ട് എന്ത് തോന്നുന്നു? അയ്യോ, എനിക്ക് ഭയങ്കര പേടിയാവുന്നു. പേടിക്കണം, അത് കാണികൾ എല്ലാവരും ഇത് കണ്ടിട്ടൊരു പേടി, ഒരു എക്സൈറ്റ്മെന്റ് വേണമല്ലോ. അതാണ് ഈ സ്പോർട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത്. അത്രയും എക്സ്പേർട്സ് മാത്രമേ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു ആൾക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സ് ആണ്. ആ ട്രാക്ക് നോക്ക്. അതെ. പിന്നെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്,
അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. എക്സ്പെൻസീവ് കാർസും അല്ലേ, എക്സ്പെൻസീവ് കാർസും അതിൻ്റെ ടെക്നിക്സും എന്തുമാത്രം ടെക്നോളജി അല്ലേ യൂസ് ചെയ്യുന്നത് അവർ. അത് തന്നെ ഇത്രയും ചിലവുണ്ടെങ്കിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഇതുപോലൊരു കാർ നമുക്ക് ഒരിക്കലും റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കേരളത്തിലെ റോഡൊന്നും ആലോചിക്കാൻ പറ്റത്തില്ല. അതെ, ഡ്രൈവിംഗ് ക്രേസ് ആയിട്ടുള്ളവർക്ക് ഇത് വളരെയധികം എൻജോയബിൾ ആവണം. ഓക്കെ, അപ്പോൾ അതിന് താല്പര്യമുള്ളവരൊക്കെ ഒരുപാട് പേര് റേസിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും ഉണ്ടാവാം. എനിക്ക് ഇന്ത്യയിൽ അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലറായി വരുന്നില്ല. ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. അതിന് പോകുന്നവരും കൊണ്ട് ഒരുപാട് ഇന്ത്യയിലൊക്കെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, വിദേശത്തുള്ളവരൊക്കെ സ്ഥിരമായിട്ട് പോയി കാണാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് കാറിൽ കയറി നമുക്കൊരു സ്ഥലം വരെ പോകാം. എങ്ങോട്ട്? സുമതി വളവ്. സുമതി വളവ് ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇറ്റ്സ് എ ഹോണ്ടഡ് പ്ലേസ്, റൈറ്റ്? യെസ്. ഒരു ഫിലിം വരാൻ പോകുന്നുണ്ട് സുമതി വളവ്. അതിനെ ബേസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് അറിയില്ല. ഒരു ഫിലിം വരുന്നുണ്ട് സുമതി വളവ്. നമ്മുടെ സിനിമയെ പറ്റിയാണോ പറയുന്നത്, സ്ഥലത്തെ പറ്റിയാണോ? അല്ല, ഇത് ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. ഇപ്പൊ പറഞ്ഞില്ലേ ഹോണ്ടഡ് പ്ലേസ് എന്ന് പറഞ്ഞില്ലേ, എവിടെയാണത്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ ഓക്കെ. അപ്പം അതിന് നമ്മൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അവിടെ ഒരു സ്ത്രീ രൂപം കാണപ്പെടുന്നു, അവിടെ ആ ഒരു വളവിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അതിപ്പോ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവാം ഒരു ഹോണ്ടഡ് പ്ലേസ് ആയി. അത് അതിനെ തന്നെ എന്താ പറയാ, എത്രത്തോളം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. യാഥാർത്ഥ്യം ആണോ എന്ന് നമുക്കറിയില്ല, വിശ്വാസമാണോ നമുക്ക് എന്തായാലും സുമതി വളവ് വരെ നമുക്കൊന്ന് പോയിട്ട് വരാം. യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ചുറ്റും അലർച്ചകൾ. വാഹനങ്ങളുടെ എഞ്ചിനും ലൈറ്റും തനിയെ ഓഫാകുന്നു. ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തെറിച്ചു വീഴുന്നു. പെട്ടെന്ന് മിന്നൽ പോലെ ഒരു സ്ത്രീരൂപം. ഈ കാഴ്ചകളും കഥകളും മലയാളികളെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് 70-ലധികം വർഷങ്ങൾ പിന്നിടുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്ത് മയിലുമൂട് എന്ന ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വളവുണ്ട്. അതാണ് സുമതി വളവ്. ഗർഭിണിയായ സുമതിയെ കാമുകനും കൂട്ടുകാരനും ചേർന്ന് ചതിച്ച് കുലപ്പെടുത്തിയ ഇടം. ഈ യഥാർത്ഥ സംഭവം ചുവട് പിടിച്ച് നിരവധി കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു ദുരൂഹത ഈ പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടാറുണ്ട്. മുന്നോട്ട് പോകുന്തോറും കാടിന്റെ ഭാവം മാറുന്നു. ഒരു കൊടും വളവിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മുടെ കണ്ണൊന്നുടക്കും. അതാണ് സുമതി വളവ്. വളവിലെ കഥയിലുള്ള സുമതി എന്ന സുന്ദരി അത്ര സമ്പത്തുള്ള കുടുംബത്തിലെ ആയിരുന്നില്ല. അതുകൊണ്ട് അവൾ താണു മുതലാളിയുടെ വീട്ടിൽ ജോലിക്കാരിയായി നിന്നു. ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി. ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനുമായി സുമതി പ്രണയത്തിലായി. ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ആ അടുപ്പം വളർന്നു. വിവാഹം ചെയ്യാമെന്ന ഉറപ്പിന്റെ പേരിൽ സുമതി ഗർഭിണിയായി. എന്നാൽ ഗർഭിണിയായതോടെ അവന്റെ ഭാവം മാറി. വിവാഹം കഴിക്കണമെന്ന് സുമതിയുടെ നിർബന്ധം കൂടിയതോടെ ചതിയിലേക്കുള്ള ഒരുക്കത്തിലായി അവൻ. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 10 മണി. ഉത്സവം കാണാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി അവൻ അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു. ഒപ്പം സുഹൃത്തും ഉണ്ടായിരുന്നു. വഴിയെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നും സുമതിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. എളുപ്പ വഴിയെന്ന് പറഞ്ഞ് സുഹൃത്ത് സുമതിയെ ഉൾക്കാട്ടിലേക്ക് നടത്തി. അലറി വിളിച്ച് അവൾ ഓടി. ഉൾക്കാട്ടിൽ ആരാണത് കേൾക്കാനുള്ളത്? കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചഴച്ച് നടത്തി. പക്ഷേ സുഹൃത്തിനൊരു അബദ്ധം പറ്റി. കാടെന്ന് ധരിച്ച് അവൾ ആ എസ് വളവിന്റെ റോട്ടിൽ തന്നെ തിരികെ എത്തിയത്. അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ കത്തിയിറക്കി. ഒരിക്കലും ശല്യമാവില്ലെന്ന് കെഞ്ചിയിട്ടും സുമതിയെ ക്രൂരമായി അവർ കൊലപ്പെടുത്തി. മീഡിയ 7 സ്റ്റോറീസ് തുടരും. തിരുവനന്തപുരത്തുള്ള പാലോട് എന്ന സ്ഥലത്താണ് ഈ സുമതി വളവ് ഉള്ളത്. എനിക്ക് തോന്നുന്നു അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതൊരു കൊടും വളവാണ്. അവിടെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉറപ്പാണ്. അതിന്റെ കൂടെ ഈ കഥ കൂടാകുമ്പോൾ ആളുകൾ അത് പ്രതീക്ഷിച്ച് നടക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് നമ്മുടെ മുമ്പിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ പാസഞ്ചേഴ്സ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ബി വെരി കെയർഫുൾ. ഇത് യാഥാർത്ഥ്യമാണോ എന്നൊന്നും നമുക്കറിയില്ല, കെട്ടുകഥയാണോ. നമുക്കൊന്ന് പോകണം. നമുക്കൊരു അടുത്ത ട്രിപ്പ് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോവാം. അത് നൈറ്റിൽ തന്നെ പോകണം അല്ലേ? നമുക്ക് നോക്കാം ഇതൊക്കെ സത്യമാണോ നമുക്കൊന്ന് അന്വേഷിക്കുകയും ചെയ്യാം. ഓക്കെ. ഞാനൊരു ജനറൽ നോളജ് ആയിട്ട് ഒരു കാര്യം ചേച്ചിയോട് പറഞ്ഞോട്ടെ. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം എവിടെയാണെന്ന് അറിയാമോ?
ഉൾനാടൻ തുറമുഖം കേരളത്തിലാണ്. വിഴിഞ്ഞം നമ്മൾ കേട്ടിട്ടുണ്ട്. വിഴിഞ്ഞമല്ല, ഉൾനാടൻ തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം നമ്മുടെ കോട്ടയത്താണ്. കോട്ടയത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതിനെ, കോട്ടയം തുറമുഖത്തെ ഉൾനാടൻ ഈ ജലപാത വഴി വിഴിഞ്ഞവുമായിട്ട് ബന്ധിപ്പിക്കാൻ പോകും. അതിനൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കേരള സർക്കാർ അതിന് നല്ല പ്രതികരണം കൊടുത്തു എന്നാണ് നമ്മൾ അറിയുന്നത്. നല്ലൊരു കാര്യമാണ് അല്ലേ? കാരണം വിഴിഞ്ഞത്തെ നമ്മളിപ്പോൾ ഒരു ടോട്ടൽ ചേഞ്ച് ആയല്ലോ, ഇപ്പോൾ ഇന്റർനാഷണൽ സീപോർട്ട് ആയല്ലോ. അതെ, കേരള സർക്കാരിന് വളരെയധികം നികുതി നേടിക്കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അത്. അതിനോടൊപ്പം ഈ കോട്ടയത്തെ ബന്ധിപ്പിക്കുന്നതിലൂടെ അതിൻ്റെ ലാഭം കൂടും. ആൻഡ് വൺ മോർ തിങ്, ഈ റോഡിലൂടെയുള്ള ഈ ചരക്ക് നീക്കം, ഈ ട്രാഫിക്കിനൊരു എന്താ പറയാ സൊല്യൂഷൻ ആണത്. തീർച്ചയായിട്ടും അത് പെർമനന്റ് സൊല്യൂഷൻ ആയിരിക്കട്ടെ, ഒന്ന് കുറയ്ക്കും. കാരണം അത്രയും ചരക്കുകൾ നമ്മൾ റോഡിൽ നിന്ന് മാറ്റാൻ നമ്മളെ സഹായിക്കുമല്ലോ. അല്ലാതെ തന്നെ നമ്മുടെ റോഡുകൾ ഒരുപാട് ട്രാഫിക് ആണ്. എസ്പെഷ്യലി ഈ വലിയ ട്രക്സും ഇതൊക്കെ വരുമ്പോൾ തന്നെ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ ആണെങ്കിൽ അതും അറിയാം. അപ്പോൾ അത് ഒരുപാട് ആക്സിഡൻസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഈ അടുത്ത് മഞ്ജു വാര്യർ വിഴിഞ്ഞം പോർട്ടിൽ പോയിട്ടുള്ള വാർത്തകളൊക്കെ നടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോട്ടയം പോർട്ട് എന്തായാലും നമുക്ക് കാണാം അല്ലേ? അതെ, ഇതിന്റെ വാർത്തകളും വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടിട്ട് കാണാം. കോട്ടയം തുറമുഖത്തെ ഉൾനാടൻ ജലപാത ശൃംഖല വഴി വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കും. അതെ, കോട്ടയം തുറമുഖത്തെ ഉൾനാടൻ ജലപാത ശൃംഖല വഴി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് കേരള സർക്കാരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ നീക്കം ചരക്ക് നീക്കത്തെ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ പ്രതിദിനം കുറഞ്ഞത് 30 TEU അഥവാ 20 ഫുഡ് ഇക്വിവാലന്റ് യൂണിറ്റ് കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് അധികാരികൾ പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, ഉൾനാടൻ ജലപാത വഴിയുള്ള ഈ ചരക്ക് നീക്കം ഹൈവേകളിലെ തിരക്ക് ഒഴിവാക്കാൻ സഹായിക്കും. ഇത് ചരക്കുകൾ കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിനും കാരണമാകും. 2012 പ്രവർത്തനം ആരംഭിച്ച ശേഷം കോട്ടയം പോർട്ട് ഇതുവരെ 25,000-ലധികം TEU കണ്ടെയ്നറുകൾ വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. ഇതിലൂടെ സർക്കാരിന് 92 കോടി രൂപ നികുതി ഇനത്തിൽ ലഭിച്ചു. പ്രകൃതിദത്ത റബ്ബർ മാറ്റുകൾ, ക്ലിങ്കറുകൾ, യന്ത്രസാമഗ്രികൾ എന്നിവയാണ് പ്രധാന ചരക്കുകൾ. ഈ പദ്ധതി കേരളത്തിന്റെ ലോജിസ്റ്റിക്സ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ചരക്ക് ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കരുതപ്പെടുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് സ്വീകരിക്കാം അല്ലെ? ഒരു മനസ്സോടു കൂടി നമുക്ക് ആ പ്രൊജക്റ്റുകളൊക്കെ സക്സസ്ഫുൾ ആവട്ടെ. നമ്മളെല്ലാവരും ആ പദ്ധതിയുടെ കൂടെയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ചേച്ചി, പെർഫ്യൂം യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ട്. ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുക? അങ്ങനെ സ്പെഷ്യൽ ബ്രാൻഡ്സ് ഒന്നുമില്ല. പക്ഷെ ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിൻ്റെ സ്മെല്ലാണ്. കാരണം നമുക്കതാണല്ലോ കൂടുതൽ താല്പര്യം. അതാണ്, നല്ല സ്മെല്ല് നോക്കിയിട്ടാണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. അല്ല, ഇത്ര പ്രൈസ് റേഞ്ച് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ റേഞ്ചില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ വാങ്ങുന്ന ബ്രാൻഡിൽ ഒരു അറൗണ്ട് ഒരു 1500 ഇതിലൊക്കെ നിൽക്കുന്ന ഒരു റേഞ്ചേ ഉള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഒരു 10 കോടിയുടെ പെർഫ്യൂം ഒക്കെ മേടിച്ച് ഉപയോഗിക്കാമോ എന്നാണ്. 10 കോടിയുടെ പെർഫ്യൂമോ? ഓഫ് കോഴ്സ് അങ്ങനത്തെ പെർഫ്യൂംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ലോകത്ത്. 10 കോടിയോളം വില വരുന്ന പെർഫ്യൂംസ് ഉണ്ട്. ഇറ്റാലിയൻ ബ്രാൻഡ്സ് GCCയിലൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന. അതിനൊക്കെ ഇത്രയും വില വരാൻ കാരണം അതിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ട്, എന്താ പറയാ, അതിന്റെ ഒരു റെസിപ്പി എന്ന് പറയാം. അതിന്റെ ബോട്ടിൽ, ഗോൾഡ് ബോട്ടിലൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനാണെങ്കിൽ, നമ്മളെപ്പോ ഉള്ളവർക്കല്ല, ഒരു മില്യനേഴ്സ്, മൾട്ടി ബില്യനേഴ്സിനൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസ് അല്ലേ? അതെ അതെ, ഹോളിവുഡ്, ബോളിവുഡ്, ഇപ്പം നമ്മുടെ മലയാളം ഫിലിംസിലത്തെ ആക്ടേഴ്സ് ആയാലും നമുക്ക് ഒരുപാട് പേര് അതിനൊക്കെ ഒത്തിരി പ്രയോറിറ്റി കൊടുത്തും പല ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ഒക്കെ വാങ്ങിച്ച് കളക്ഷൻ ചെയ്യുന്നവരുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ലക്ഷറി. ഇത്രയും വിലയുള്ള പെർഫ്യൂം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷറിയുടെ ഒരു അടയാളമാണ്. അപ്പോൾ ഇത്തരം പെർഫ്യൂംസിനെ പറ്റി വിശേഷങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ ഡെയിലി പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നവരാണോ? എങ്കിലേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നല്ല പെർഫ്യൂംസ് സജസ്റ്റ് ചെയ്യാം. മൊറേൽ പാരീസ് ലിമോണ്ടെ സെർമ്യൂസിയോർ. ഇതൊരു കസ്റ്റം പെർഫ്യൂം ശേഖരമാണ്. 5000 ml വരുന്ന ഒരു കുപ്പിക്ക് ഏകദേശം 12 കോടി രൂപ വരെ വില വരും. ഷ്മുഖ് ബൈ നബീൽ. ഏകദേശം 10 കോടി രൂപയാണ് ഇതിൻ്റെ വില. ദുബായിയുടെ ആഡംബരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2580 ml ആണ് ഒരു കുപ്പിയുടെ അളവ്. ഗോൾഡൻ ഡിലീഷ്യസ് ബൈ DKNY. ഇതിൻ്റെ സ്പെഷ്യൽ എഡിഷൻ കുപ്പിക്ക് ഏകദേശം 8.3 കോടി രൂപ വിലയുണ്ട്. പ്രശസ്ത ജ്വല്ലറി ഡിസൈനർ മാർട്ടിൻ കാറ്റ്സുമായി സഹകരിച്ചാണ് ഈ കുപ്പി ഡിസൈൻ ചെയ്തത്. ക്ലൈവ് ക്രിസ്റ്റ്യൻ നമ്പർ 1 പാസൻറ്റ് ഗാർഡൻറ്റ്. ഒരു കുപ്പിക്ക് ഏകദേശം 1.9 കോടി രൂപ വരെ വിലയുണ്ട്. ഒപ്പറ പ്രൈമ ബൈ ബുൾഗറി. 75 ml മാത്രമുള്ള ഈ കുപ്പിക്ക് ഏകദേശം 1.95 കോടി രൂപ വിലയുണ്ട്.
ഈ പെർഫ്യൂമുകൾക്ക് ഇത്രയും വില വരാൻ കാരണം അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന അത്യപൂർവമായ ചേരുവകളും ഓരോ കുപ്പിയുടെയും ഡിസൈനിൻ്റെ പ്രത്യേകതയും കൈകൊണ്ട് നിർമ്മിക്കുന്നതിലുള്ള വൈദഗ്ധ്യവുമാണ്. കൂടാതെ പലപ്പോഴും ഇവ ലിമിറ്റഡ് എഡിഷനുകളായി മാത്രമേ ലഭ്യമാവുകയുള്ളൂ. നിങ്ങൾ പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നതാവും നല്ലത്. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്ന് മേടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ആഗ്രഹം, ലോൺ എടുത്താൽ മതി. പക്ഷേ അതെ, പക്ഷേ നമുക്ക് ആലോചിക്കാവുന്നതിലപ്പുറമാണ്. പല ബ്രാൻഡിന്റെയും പേര് തന്നെ അല്ലേ, നമുക്ക് ഇറ്റാലിയൻ നെയിമാണെന്ന് തോന്നുന്നു, ഇറ്റാലിയനോ ഫ്രഞ്ചോ ഒക്കെയാണ്. നമുക്ക് ഇത് പറയാൻ ഇത്തിരി ഒരു ഡിഫിക്കൽട്ടാണ്. ബട്ട് എങ്കിലും ആ പേരിൽ തന്നെ ഉണ്ട്, ആ പേരിന് കൊടുക്കണം പകുതി പൈസ. അതിന്റെ സ്മെല്ലും സെന്റും ഭയങ്കര നല്ലതായിരിക്കും. ഇത്ര മെഷറൻസ് ഒന്നും കൊടുക്കില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിന്ധൂസ് സൗശ്രുതി ക്ലിനിക് മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരള എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.